ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് അക്കമഡേസ്കിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു അടിപൊളി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഒരു 3-4 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടത്തെക്കാളും കുറച്ചുകൂടെ റേറ്റ് കുറവാണ് ഇവിടെ. അതുപോലെ തന്നെ അവിടത്തെക്കാളും നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തിട്ടിടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ തന്നെ ഇനി മുതൽ റഷ്യയിലോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു 10 ഡിഗ്രി ടു 12 ഡിഗ്രിയാണ് മോസ്കോയിൽ ഒരു ടെമ്പറേച്ചർ. അതായത് തണുപ്പ് അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേ ബി നെക്സ്റ്റ് മന്ത് ഒരു പകുതി ആകുമ്പോഴേക്കും പയ്യെ മൈനസിലോട്ട് പോകും. അപ്പോൾ വരാൻ നിൽക്കുന്നവരെന്തായാലും അത് മുൻകൂട്ടി കരുതിയിട്ട് വേണം ഫ്ലൈറ്റ് കയറാനായിട്ട്. അപ്പോൾ ഞാൻ ജാക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട, നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നാട്ടിലത്തെ പകുതി പൈസക്ക് സാധനം കിട്ടും. അപ്പോൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചാൽ മതി. മെഡിസിൻസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. മെഡിസിൻ എന്തായാലും കൊണ്ടുവരണം. ഇപ്പോൾ ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴാണ് പിന്നെ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊക്കെ മുൻകൂട്ടി കരുതി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പോകേണ്ട റൂട്ട് ഞാൻ പറഞ്ഞുതരാം. അക്കമഡേസ്കിയ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ നിന്ന് എക്സിറ്റ് നമ്പർ 2 ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളോട്ട് പോകാം. ഓക്കെ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഹലോ മോസ്കോ എന്നാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. റെസ്റ്റുച്ചൻ ഗുഡ്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആംബിയൻസ് ഒക്കെ എടുത്ത് ലൊക്കേഷൻ എന്തായാലും പിൻ ചെയ്യാം. നമ്മളപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകണം. ഓക്കെ, ഇരിക്കി ഇവിടുത്തെ ബില്ലും കാര്യമാണ് കേട്ടോ. ഇതൊക്കെയാണ്. അപ്പോൾ ഹലോ ഇന്ത്യ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഫുഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മളിന്നിവിടെ കഴിക്കാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ബിരിയാണിയാണ് കഴിക്കാൻ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഇവിടെ റഷ്യനിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനെയൊക്കെ. ചിക്കൻ ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും ഫുഡ് വന്നിട്ട് നോക്കാം. നമ്മളിന്ന് മേടിക്കാൻ പോകുന്നത് ഒരു ബിരിയാണി, ബട്ടർ ചിക്കൻ, അതുപോലെ തന്നെ ബട്ടർ നാനുമാണ് മേടിക്കാൻ പോകുന്നത്. ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. ഞാനിവിടെ ഇടയ്ക്ക് കഴിക്കാൻ വരാറുണ്ട്. നല്ല ഫുഡാണ്, റേറ്റും ഏകദേശം കുറവാണ്. അപ്പോൾ നിങ്ങൾ മോസ്കോയിലുള്ളവർ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു സ്പോട്ടാണ്. അതായത് ഫുഡ് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. നല്ല ഹൈദരാബാദി ബിരിയാണി, നാണ്, പിന്നെ ബട്ടർ ചിക്കൻ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി കൊള്ളാം. അതായത് നമ്മുടെ കേരള ബിരിയാണി അല്ല, ഹൈദരാബാദ് ബിരിയാണി പോലെ മസാല കുറച്ച് കൂടുതലാണ്. എങ്കിൽപ്പോലും സാധനം അടിപൊളിയാണ്. കഴിച്ചിട്ട് നമ്മൾ നല്ല ബട്ടർ നാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. Mass media communication. In PFU? Yeah. I know him. He is my previous professor. That. You know Swami Kotwani? Oh, yeah, definitely. Who Yeah. doesn't know? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് ഇന്ത്യൻസിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കവരെ കാണാം. ഇത് പ്രസഞ്ജിയാണ്. Hi, my name is Prasenjit. I've come here to Moscow and just met Adil. A nice chap. Oh, I'm Arup. I just met this wonderful man from Kerala. Kerala. He's just fantastic. I know that Kerala is about God's own country. So now, seeing him, I have started believing it. അങ്ങനെ ഞങ്ങൾ ഇവർ രണ്ടുപേരെ മീറ്റ് ചെയ്ത് സംസാരിച്ചു. അടിപൊളിയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ നല്ല ഫുഡാണ്. നിങ്ങൾ റഷ്യയിലുള്ളവർ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, അതുപോലെ ഇതാണ് ഇന്ത്യതായിട്ട് തന്നെ ഇതുണ്ടോ, നമ്മുടെ ഗണപതി ഭഗവാനെയാണ് ഇവർ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി റെഫർ ചെയ്യുന്നു. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ കഴിച്ചതിന് ഏകദേശം 2500 റുപ്പീസാണ് ബില്ല് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ
മോസ്കോയിലുള്ള ആരെങ്കിലുമൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അന്വേഷിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. മസ്റ്റായിട്ട് എന്തായാലും വന്ന് ഫുഡ് കഴിച്ചിരിക്കണം, അടിപൊളി ഫുഡാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷ്യയിലോട്ട് ഇനി വരാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വർക്ക് വിസ അതുപോലെ സ്റ്റുഡൻറ്റ് വിസ ആയിരിക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്, ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.